ഹായ്, എല്ലാവരെയും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഒരു പുതിയ സീരീസ് ആരംഭിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഓഹരി വിപണിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മാർക്കറ്റാണുള്ളത്. ഒന്ന് ക്യാഷ് മാർക്കറ്റും മറ്റൊന്ന് F&O മാർക്കറ്റും. F&O മാർക്കറ്റിനെ കുറിച്ച് പൊതുവെ അത്ര പരിചയമില്ല ആളുകൾക്ക്. അതേസമയം തന്നെ ക്യാഷ് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുണ്ട്. കാരണം നമ്മളൊക്കെ സാധാരണ ഷെയർ വാങ്ങിക്കും, നമ്മുടെ അക്കൗണ്ടിൽ അത് ഡിമാറ്റ് അക്കൗണ്ടിൽ വരും, ഡെലിവറി എടുക്കുക. അപ്പോൾ ക്യാഷ് മാർക്കറ്റിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ഷെയർ വാങ്ങിച്ച് അത് ഡെലിവറി എടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ F&O മാർക്കറ്റിൽ F&O മാർക്കറ്റിൽ തീർച്ചയായിട്ടും പലരും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ക്വിക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൂടിയിട്ടാണ് എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ F&O മാർക്കറ്റിനെ കുറിച്ചാണ് ഇന്ന്, അതിൻ്റെ ഇനീഷ്യലായിട്ട് എന്താണ് F&O മാർക്കറ്റ്, അതിൽ പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണ്, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ജിയോൺ ഡേവിഡ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വീഡിയോകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ടുഡേയ്സ് ടോപ്പിക് F&O. F&O കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വേർഡ് ഉണ്ട്, അതാണ് ഡെറിവേറ്റീവ്. പലർക്കും ഡെറിവേറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ദഹിക്കത്തില്ല. എന്നാലും ഞാൻ വളരെ സിമ്പിൾ വേർഡിൽ അങ്ങോട്ട് പറയാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ വില മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുക. അതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ്. സോ ഇറ്റ്സ് എൻ പ്രൈസ് റിലേറ്റ് ടു അണ്ടർലൈയിങ് അസെറ്റ്. അപ്പോൾ ഈ അണ്ടർലൈയിങ് അസറ്റിൻ്റെ പ്രൈസിനോട് അനുബന്ധിച്ചായിരിക്കാം ഈ F&Oയിലുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുക. അപ്പോൾ നമുക്കറിയാം F&Oയിൽ നമ്മൾ പ്രധാനമായിട്ടും കേട്ടിട്ടുള്ളത് നമ്മുടെ ഷെയർ മാർക്കറ്റിലാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് കേട്ടിട്ടുള്ളത്. ശരിക്കും F&O മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാത്രമാണെങ്കിലും ശരിക്കും ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ കീഴിൽ ശരിക്കും 4 പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഒന്ന് ഫോർവേഡ് കോൺട്രാക്റ്റ്, 2 ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്, 3 ഓപ്ഷൻസ് കോൺട്രാക്ട്സ്, ദെൻ ലാസ്റ്റിയാണ് സ്വാപ്പ് കോൺട്രാക്റ്റ്. അപ്പോൾ ഈ 4 കോൺട്രാക്റ്റിൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഈ 2 കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ പ്രൈസിങ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ പ്രൈസിങ് അത് വളരെയധികം മാർക്കറ്റിൽ ഇത്രയ്ക്കധികം അതിൻ്റെ ടേൺ ഓവർ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓഹരി വിപണിയിൽ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഞാൻ റിലയൻസ് വാങ്ങിച്ചു, ഞാൻ TCS വാങ്ങിച്ചു, ഞാൻ അല്ലെങ്കിൽ HDFC ബാങ്ക് വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഷെയർ വാങ്ങിക്കും, നമ്മൾ SIP മോഡിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മുടെ അക്കൗണ്ടിൽ അത് ഡിമാറ്റ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതേസമയം തന്നെ F&O മാർക്കറ്റിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അത് ഒരു ലോട്ട് സൈസിലാണ് മിക്കവാറും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഡെറിവേറ്റീവ് എന്നുള്ള ആ ടേം പ്രകാരമാണെങ്കിൽ ഒന്നിൻ്റെ ഇപ്പോൾ റിലയൻസിൻ്റെ പ്രൈസിൻ്റെ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഈ ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ നാടൻ ശൈലിയിലൊന്ന് പറഞ്ഞു തരാം. നമുക്കിപ്പോൾ നാളികേരത്തിൻ്റെ കോക്കനട്ട് ഡെറിവേറ്റീവ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ, ഈ കോക്കനട്ട് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം, നമുക്ക് തേങ്ങ വെള്ളമുണ്ട്, അതുപോലെ കൊപ്രയുണ്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുണ്ട്, അപ്പോൾ പിന്നെ വെട്ടിത്തൂക്കം നമ്മൾ തേങ്ങ കൊടുക്കാറുണ്ട്, തൂക്കത്തിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രൈസൊക്കെ കൺസിഡർ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും തേങ്ങയുടെ വിലയുമായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻസ്. അപ്പോൾ കോക്കനട്ട് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയുടെ വില എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഈ ബാക്കിയുള്ള സാധനം. ശരിക്കും ഇതൊരു ബൈ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ്. പക്ഷേ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റും ഈ രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ഒരു നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറാൻ പറ്റില്ല. ജസ്റ്റ് ഫോർ ട്രേഡിങ്ങിന് മാത്രമാണ് ഈ F&Oയിൽ ഈ ഡെറിവേറ്റീവ്സ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പോൾ റിലയൻസിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും. അതുപോലെ റിലയൻസിൻ്റെ പ്രൈസ് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈസും താഴേക്ക് പോയി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിഫറൻസ് ആണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ഷെയർ. അതായത് റിലയൻസ് എന്ന് പറയുന്ന ആക്ച്വൽ ഷെയറിനെയാണ് നമ്മൾ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണ്ടർലൈയിങ് അസറ്റിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഡെറിവേറ്റീവ്സ്.
അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഓപ്ഷൻസിലാണെങ്കിൽ നമ്മൾ ഓപ്ഷൻസിൻ്റെ പ്രീമിയം എന്നൊക്കെ പറയും. അപ്പോൾ ഈ റിലയൻസിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻസിൻ്റെ പ്രീമിയം മുകളിലേക്ക് പോകും, റിലയൻസിൻ്റെ പ്രൈസ് താഴേക്ക് പോകുമ്പോൾ ഓപ്ഷൻസിൻ്റെ പ്രീമിയം താഴേക്ക് പോകും. അപ്പോൾ ഈ ഓപ്ഷൻസിൽ തന്നെ രണ്ട് തരത്തിലുള്ളതുകൊണ്ട് നമുക്കറിയാം, കോൾ ഓപ്ഷൻസ് ഉണ്ട്, പുട്ട് ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഈ പ്രൈസ് മൂവ്മെൻറ്റ് എപ്പോഴും ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും സംഭവിക്കുക. അതിനാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തേങ്ങയുടെ വില മുകളിലേക്കും താഴേക്കും പോകുന്നതനുസരിച്ച് തന്നെ തേങ്ങയുടെ ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഈ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ പ്രൈസും അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ഇനി കുറച്ചും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പ്രത്യേകിച്ചും സെയിൽസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കുക. അവർക്ക് അവരുടെ സെയിൽസ് കമ്മീഷൻ കൊടുക്കുന്നത് മിക്കവാറും അവരുടെ സെയിൽസിൻ്റെ എത്രത്തോളം ടേൺ ഓവർ കൂടുന്നു അതിനനുസരിച്ച് തന്നെ കമ്മീഷൻ കൊടുക്കും, ഇല്ലേ? സാധാരണ നമുക്കൊക്കെ സാലറി ഉണ്ടാകും, അതിന് കൂടെ തന്നെ പറയും നിങ്ങളുടെ സാലറിയുടെ കൂടെ നിങ്ങൾക്ക് എത്രയാണ് സെയിൽ ഓരോ മന്ത്ലി നടത്തുന്നത് അതിനനുസരിച്ച് ബോണസ് അല്ലെങ്കിൽ ഇയർലി ബോണസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഈ ബോണസ് എപ്പോഴും നമ്മുടെ സെയിൽസിൻ്റെ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നിൻ്റെ വില മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അത്രയേ ഉള്ളൂ ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അത്രയും വലിയൊരു ടെക്നിക്കൽ ടൈമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. ഒന്നിൻ്റെ വില മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ആ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആ ഷെയറിൻ്റെയോ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇതിൻ്റെ പ്രൊഡക്റ്റിന് ഈ ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈസും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് ഫ്യൂച്ചേഴ്സ്? ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൈറ്റ് ടു ബൈ ഓർ സെൽ ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു അവകാശം എന്ന് ഒരു ഫ്യൂച്ചർ ഡേറ്റിനെ അത് ഇന്ന് തന്നെ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും അല്ലെങ്കിൽ ഓപ്ഷൻസ്. ഇത് രണ്ട് കോൺട്രാക്റ്റുകളും എപ്പോഴും ഒരു ഫ്യൂച്ചർ ഡേറ്റിനെ, ഇപ്പോൾ ഈ മാസം ഇപ്പോൾ മെയ് മാസമാണ്, അപ്പോൾ മെയ് മാസം ലാസ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ഈ F&O കോൺട്രാക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ടേംസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പറയേണ്ടത് ലോട്ട് സൈസ്, ദെൻ നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട ഡേറ്റ് എക്സ്പയറി ഡേറ്റ്, പിന്നെ നമ്മൾ എന്നാണ് കോൺട്രാക്റ്റ് ഫിക്സ് ചെയ്യുന്ന ആ ഡേറ്റ്. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയ് മാസം ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ, ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൽ തന്നെ ഫ്യൂച്ചേഴ്സിന് ഞാൻ ആദ്യം പറയാം. ഫ്യൂച്ചേഴ്സിന് എപ്പോഴും 3 months ആയിരിക്കും ഷെയർ മാർക്കറ്റിൽ കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഈ മാസം മെയ് ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, അപ്പോൾ 3 months കോൺട്രാക്റ്റ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 മാസം എന്ന് പറഞ്ഞാൽ മെയ് മാസത്തെ കോൺട്രാക്റ്റ് മെയ് മാസം ലാസ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. അതുപോലെ ജൂൺ മാസത്തെ കോൺട്രാക്റ്റ് ജൂൺ മാസം ലാസ്റ്റ് തേഴ്സ്ഡേ, നെക്സ്റ്റ് ജൂലൈ മന്ത് ലാസ്റ്റ് തേഴ്സ്ഡേ. അപ്പോൾ അങ്ങനെ എല്ലാ മാസവും അവസാനത്തെ തേഴ്സ്ഡേ ആയിരിക്കും F&O കോൺട്രാക്റ്റുകളുടെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. പ്രത്യേകിച്ചും അന്നത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കര ഫ്ലക്ച്വേറ്റ് ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ എല്ലാവരും നമ്മൾ ന്യൂസിലൊക്കെ പറഞ്ഞേക്കാം മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരുന്നു, മാർക്കറ്റ് മൂവ്മെൻറ്റ് ഒരുപാടുണ്ടായിരുന്നു, എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഒരുപാട് ഷെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് മൂവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പയറി ഡേറ്റിൻ്റെ, ഇത്രയധികം കോൺട്രാക്റ്റുകളുടെ എക്സ്പയറി ഡേറ്റ് ആണ്. ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ കോൺട്രാക്റ്റുകളുടെ എക്സ്പയറി ഡേറ്റ് വരുന്ന ദിവസമാണ് ഈ ലാസ്റ്റ് തേഴ്സ്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്രയധികം വോളറ്റൈലായിട്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിലയൻസിൻ്റെ ഷെയറിനെ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 250 ഷെയറാണ്. അപ്പോൾ 250 ഷെയർ മാത്രമായിട്ടാണ് നമുക്കൊരു ലോട്ട് എഗ്രിമെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ക്യാഷ് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ഒരു ഷെയർ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് F&O മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലോട്ട് സൈസ് ആയിട്ട് മാത്രമേ വാങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റിലയൻസിൻ്റെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 250 ഷെയറിൻ്റെ ഒരു ലോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫ്യൂച്ചർ ഡേറ്റിന് ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് 2000 റുപ്പീസിനാണ്. ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ് 2000 റുപ്പീസിനോട് അടുത്താണ്. അപ്പോൾ 2000 രൂപയുള്ള ഷെയർ നമ്മൾ അടുത്ത മാസം അല്ലെങ്കിൽ മെയ് മാസം ലാസ്റ്റ് തേഴ്സ്ഡേ ഇപ്പോൾ ഞാൻ അനുമാനിക്കുകയാണ് റിലയൻസിൻ്റെ പ്രൈസിന് മുകളിലേക്ക് കയറുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഒരു ലോട്ട് നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ റിലയൻസിൻ്റെ പ്രൈസ് ഇപ്പോൾ 2000 നിൽക്കുന്നു, ഞാൻ അനുമാനിക്കുകയാണ് 2100 ആകുമെന്ന് പറയും. നമ്മൾ അനുമാനിച്ചിട്ട് നമ്മളത് വാങ്ങിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 100 റുപ്പീസ് നമുക്ക് എൻഡ് ഓഫ് ദ മന്ത് ഈ എക്സ്പയറി ഡേറ്റിനെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ F&O കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്? പ്രധാനമായിട്ടും F&O കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, നമ്മൾ ഊഹക്കച്ചവടം അല്ലെങ്കിൽ പ്യുവർ സ്പെക്കുലേഷൻ. സാധാരണ ഇവിടെ ഈ F&O പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള ലക്ഷ്യം തന്നെ നമ്മളുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാനാണ്. എന്താണ് പോർട്ട്ഫോളിയോ? എനിക്ക് ഒരുപാട് ഷെയർസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ റിലയൻസ് 250 ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു 2000 രൂപയ്ക്കാണ് ഷെയർ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നാളെ ഞാൻ ചിന്തിക്കുകയാണ് ഈ റിലയൻസിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് പോവുകയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? റിലയൻസിൻ്റെ പ്രൈസ് ഞാൻ 2000-ൽ സെല്ല് ചെയ്തിടുക. ഫ്യൂച്ചറിൽ നമുക്ക് രണ്ടും ചെയ്യാം. നമുക്ക് വാങ്ങിച്ചതിന് ശേഷമല്ല വിൽക്കാൻ പറ്റുക, നമുക്ക് വിൽക്കും ചെയ്യാം വാങ്ങും ചെയ്യാം.
ഫസ്റ്റ് വേണമെങ്കിൽ വിറ്റിടാം, പിന്നീട് ബൈ ചെയ്യാം. സോ ഫസ്റ്റ് സെല് ചെയ്യാം, അത് നമ്മൾ ഷോർട്ട് എന്ന് പറയും. രണ്ടാമത് നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ റിലയൻസ് ഞാൻ 2000 രൂപയ്ക്ക് ബൈ ചെയ്തിട്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ 250 ഷെയർ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഭയം, ഈ ഷെയറിൻ്റെ വില നാളേക്ക് കുറയാണെങ്കിലോ? അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് എടുത്ത് ഞാൻ 250 ഷെയറിൻ്റെ ഒരു റിലയൻസിൻ്റെ ലോട്ട് നമ്മൾ സെല് ചെയ്തിട്ടു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, റിലയൻസിൻ്റെ ആക്ച്വൽ പ്രൈസ് മന്തിൻ്റെ എക്സ്പയറി ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1900 ആയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ 2000 സെല് ചെയ്തിട്ടിരിക്കുന്ന അതേ ഷെയറിൻ്റെ വാല്യൂ 1900 ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ബൈ ചെയ്യണ എത്രയ്ക്ക് 1900. അപ്പോൾ നമുക്ക് 100 രൂപ വെച്ച് ഒരു ലോട്ടിൻ്റെ മുകളിൽ ലാഭം കിട്ടി. അപ്പോൾ 250 ഷെയറാണ് ഒരു ലോട്ട്, 250 × 100 നമുക്ക് 25,000 റുപ്പീസ് അതിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതേസമയം തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മുടെ 2000 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയറിൻ്റെ വില 1900 കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവിടെ നമുക്ക് 100 രൂപ നഷ്ടം പറ്റിയെങ്കിലും നമ്മൾ ഇപ്പുറത്ത് ഫ്യൂച്ചർ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് 100 ലാഭം കിട്ടി. അപ്പോൾ നെറ്റ് നമ്മളുടെ പോർട്ട്ഫോളിയോ അവിടെ ഹെഡ്ജായി. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ ഇതിനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് മൂലം നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞു, നമ്മൾ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് എന്താണ്, വരിക ഡെയിലി ഓരോ ട്രേഡ് എടുക്കുക, ഒരു 1000 രൂപ കിട്ടി 2000 രൂപ കിട്ടി, അവൻ ഹാപ്പിയാണ്. അപ്പോൾ അത്തരത്തിൽ കളിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ ട്രേഡിന് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ അതിന് മാർജിൻ കൊടുക്കണം. ഒരു റിലയൻസിൻ്റെ ഈ പറഞ്ഞ 250 ഷെയറിൻ്റെ ലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ അറൗണ്ട് 200,000 അല്ലെങ്കിൽ 2 ലക്ഷം രൂപയോളം നമ്മൾ മാർജിൻ കെട്ടി വയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ മാർജിൻ കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ലോട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചർ കോൺട്രാക്ട്. അടുത്തതാണ് ഓപ്ഷൻസ് കോൺട്രാക്ട്. ഓപ്ഷൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതേപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമുക്ക് എപ്പോഴും 3 months മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്. അപ്പോൾ അങ്ങനെ 3 മാസം ആണ് നമുക്ക് അവൈലബിൾ. അതേസമയം തന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റിലാണെങ്കിൽ ഇതുപോലെ തന്നെ 3 മാസത്തിൽ കൂടുതൽ അവൈലബിൾ ആണ്. 3 months മാത്രമല്ല, അതിനുശേഷം പ്രത്യേകിച്ച് ഇൻഡെക്സിൽ മാത്രം കേട്ടോ. ഓപ്ഷൻ കോൺട്രാക്ട്സ് 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻഡെക്സിൻ്റെ മുകളിലുണ്ട് ഓപ്ഷൻ കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ ഷെയർസിന് മുകളിലുണ്ട്. അപ്പോൾ ഇൻഡെക്സിന് മുകളിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഈ വർഷം അവസാനം വരയ്ക്കുന്നുണ്ട്, അടുത്ത വർഷം അവസാനം വരയ്ക്കുള്ള കോൺട്രാക്ട്സ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേസമയം ഷെയറിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഓൺലി ഫോർ 3 months ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ഓപ്ഷൻസ് കോൺട്രാക്ട്? ഓപ്ഷൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞ ഇതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഡേറ്റിന്, അതായത് ഓരോ മാസവും ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പയറി ഡേറ്റിനുള്ള പോലെ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് തരികയാണ്. നമുക്കൊരു ഓപ്ഷൻ കിട്ടുകയാണ്. നമുക്ക് ഒരു ഷെയർ ഇന്നത്തെ വില, ഇപ്പോൾ നമുക്ക് എപ്പോഴും റിലയൻസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. റിലയൻസിൻ്റെ 2000 രൂപയാണ് ഷെയറിൻ്റെ വില. ഈ റിലയൻസിൻ്റെ ഷെയർ നാളെ 2100 ആകും എന്നുള്ള ധാരണയിൽ എനിക്ക് 2100 സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ്. ഒന്ന് സ്ട്രൈക്ക് പ്രൈസ്, ദെൻ ഇൻ ദ മണി, ദെൻ അറ്റ് ദ മണി, ദെൻ ഔട്ട് ഓഫ് ദ മണി. അപ്പോൾ ഇങ്ങനെ 3 ടേംസ് ആണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. റിലയൻസ് 2000 രൂപയ്ക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 2000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ നമ്മളിപ്പം 1900 ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ 1800 ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2000, താഴേക്ക് വരുമ്പോൾ 1900, 1800. ഞാനിപ്പോൾ ഒരു 100 രൂപയുടെ പറയുന്നത് എന്താ വെച്ചാൽ പലതരത്തിലുള്ള സ്ട്രൈക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഈ റേറ്റുകളെ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയും. അപ്പോൾ 1800, 1900, 1700 അങ്ങനെ താഴ്ത്തിക്കുക. അതുപോലെ മുകളിലേക്കും 2100, 2200. ഞാൻ ജസ്റ്റ് 100 രൂപ വെച്ചിരിക്കുന്നു. മാർക്കറ്റിൽ ഇത് 40 രൂപ, 50 രൂപ, 1940, 1980 അങ്ങനെയൊക്കെയാണ് അവൈലബിൾ. എനിവേ ഈ സ്ട്രൈക്ക് പ്രൈസ് കീപ്പ് ചെയ്യുക. റിലയൻസിൻ്റെ കറണ്ട് പ്രൈസ് 2000, മുകളിലേക്കുള്ള സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ പറഞ്ഞു, താഴേക്കുള്ള സ്ട്രൈക്ക് പ്രൈസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ലെവലിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു റിലയൻസ് 2000 രൂപ ഈ മാസം അവസാനത്തെ കോൺട്രാക്റ്റ് ഞാൻ ചിന്തിക്കുകയാണ്, ഈ മാസം റിലയൻസ് 2100 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പലരും പോയിട്ട് മുകളിലേക്കുള്ള സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ ട്രേഡ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ കോൾ ഓപ്ഷൻസ് എന്നാണ് പറയുക. അപ്പോൾ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഷെയറിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കോൾ ഓപ്ഷൻസ് നമ്മൾക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും. അതേസമയം തന്നെ പുട്ട് ഓപ്ഷൻസ് എന്ന് പറയും, താഴേക്ക് പോകുമെന്നുള്ള ധാരണയിൽ നമ്മൾ ഷെയറിൻ്റെ വാല്യൂ താഴേക്ക് പോകുമെന്നുള്ള ധാരണയിലാണെങ്കിൽ നമ്മളതിനെ പുട്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻസും കോൾ ഓപ്ഷൻസും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച 2 ടേംസ്. F&O സെഗ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട 2, ഒന്ന് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ, ഒന്ന് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകൾ. ഈ ഓപ്ഷൻസിൻ്റെ കറക്റ്റ് കോളിനെ കുറിച്ചും പുട്ടിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്ര മാത്രമാണ്. F&O സെഗ്മെന്റ് എന്താണ്, F&O സെഗ്മെന്റിൽ എങ്ങനെയാണ് ട്രേഡിംഗ് നടക്കുന്നത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ച് മാർക്കറ്റിൽ പൊതുവെ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഫ്യൂച്ചേഴ്സ് ആർ no future. Who are dealing with futures, they have no futures. But options, who are trading in options, they have enough options.
ബിക്കോസ് ഓപ്ഷൻ ട്രേഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രൈക്ക് പ്രൈസുകൾ മുകളിലേക്കും താഴേക്കും അവൈലബിൾ ആണ്. പക്ഷേ ഫ്യൂച്ചറിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെൽ ചെയ്യുക, ഓൺലി ഫോർ നെക്സ്റ്റ് 3 months. അപ്പോൾ ഇതാണ് F&O സെഗ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ക്യാഷ് മാർക്കറ്റും F&O മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പരമ്പര എന്നോണം ഏതൊക്കെയാണ്, എന്താണ് പുട്ട് ഓപ്ഷൻ, എന്താണ് കോൾ ഓപ്ഷൻ, അത് ബൈ ചെയ്യുക എങ്ങനെ, സെൽ ചെയ്യുക എങ്ങനെ, ഇതുമായി ബന്ധപ്പെട്ടതും അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്, ഇതൊക്കെ എൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.